കേട്ടിട്ടുണ്ടാകും. 12 വർഷങ്ങൾക്ക് മുൻപ് തന്റെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന വൃദ്ധയായൊരു മാതാവ്. ഡൽഹിക്കടുത്ത മീററ്റിലായിരുന്നു അവരുടെ വീട്. ട്രെയിനിൽ യാത്ര ചെയ്യവേ ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ പേരക്കുട്ടി പറഞ്ഞു, വെള്ളത്തിന് ദാഹിക്കുന്നു എന്ന്. ഇത് കേട്ട് ആ വൃദ്ധമാതാവ് വെള്ളമെടുക്കാൻ സ്റ്റേഷനിൽ ഇറങ്ങി. കുടിവെള്ളം ആ സ്റ്റേഷനിൽ കുറെ അപ്പുറത്തായിരുന്നു സംവിധാനിച്ചിരുന്നത്. അവിടെ പോയി വെള്ളമെടുത്ത് വന്നപ്പോഴേക്ക് വണ്ടി പോയി കഴിഞ്ഞിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വേറൊരു വണ്ടി അതേ ട്രാക്കിൽ വന്ന് നിന്നു. അതാണ് തന്റെ മക്കളും പേരക്കുട്ടികളും സഞ്ചരിക്കുന്ന ട്രെയിൻ എന്ന് തെറ്റിദ്ധരിച്ച് അവരതിൽ കയറി. അത് കേരളത്തിലേക്കുള്ള ട്രെയിനായിരുന്നു. കമ്പാർട്ട്മെന്റുകളിലൊക്കെ തന്റെ ബന്ധുമിത്രാദികളെ അവർ തേടി. കാണാതെ വന്നപ്പോൾ അവരുടെ മനോനില നഷ്ടപ്പെട്ടു. കോഴിക്കോട്ടെത്തിയപ്പോൾ പോലീസ് അവരെ കോഴിക്കോട്ടെ പ്രസിദ്ധമായിട്ടുള്ള കുതിരവട്ടം ഭ്രാന്താശുപത്രിയിൽ, ചിത്തരോഗാശുപത്രിയിൽ ചികിത്സക്കായി പറഞ്ഞയച്ചു. 8 വർഷം അവിടെ ചികിത്സക്ക് വിധേയയായി. ഒരുവിധം രോഗം ഭേദമായി എന്ന് വന്നപ്പോൾ തവനൂരിലെ വൃദ്ധസദനത്തിലേക്ക് അവരെ മാറ്റി. തവനൂരിലെ വൃദ്ധസദനത്തിൽ എല്ലാ മാസവും 2 പ്രാവശ്യമെങ്കിലും ഞാൻ പോകാറുണ്ട്. വെറുതെ പോയി ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കാനല്ല. അവിടുത്തെ പാവപ്പെട്ട എല്ലാവരും ഉപേക്ഷിച്ച അച്ഛനമ്മമാരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കേൾക്കാൻ, അവർക്ക് സ്നേഹം നൽകാൻ, നമ്മളാൽ കഴിയുന്നത് പോലെയുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ. ഞാൻ അവിടെ എത്തുമ്പോഴൊക്കെ ഷാജഹാ ബീഗം എന്ന് പറയുന്ന ഈ വൃദ്ധയായ മാതാവ് എന്റെ അടുത്ത് വരുമായിരുന്നു. അവർക്ക് ഹിന്ദി മാത്രമേ അറിയുമായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയുകയുമില്ല. എന്തോ അവർക്ക് പറയാനുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ എന്റെ ഹിന്ദി അറിയുന്ന ഒരു സുഹൃത്തിനെയും കൂട്ടി ഒരു ദിവസം അവിടെ ചെന്നു. ഷാജഹാ ബീഗത്തോട് സംസാരിച്ചപ്പോഴാണ് അവർ അവരുടെ കഥ എന്നോട് പറഞ്ഞത്. ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ അടുത്താണ് അവരുടെ വീട് എന്ന് പറഞ്ഞു. അഡ്രസ് എനിക്ക് തന്നു. 8 വർഷം ഭ്രാന്താശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ഒരു വൃദ്ധമാതാവാണ് ഇത് നൽകുന്നത് എന്ന് ഓർക്കണം. ഡൽഹിയിൽ ഒരു ആവശ്യത്തിന് ചെന്നപ്പോ ഞാൻ അവരുടെ അഡ്രസ് വെച്ച് ആ സ്ഥലത്ത് ചെന്ന് അന്വേഷിച്ചു. 10,000-കണക്കിന് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അവരുടെ ഗല്ലി എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പലരോടും ഞാൻ പറഞ്ഞു. അവരുടെ ഫോട്ടോ പല സ്ഥലങ്ങളിലും പതിച്ചു. എന്നിട്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു റിസൾട്ടും ഇല്ലാതെ വന്നപ്പോ ഞങ്ങൾ മടങ്ങി. ഇക്കാര്യം വൃദ്ധസദനത്തിലെത്തി ഷാജഹാ ബീഗത്തോട് ഞങ്ങൾ പറഞ്ഞു. ഞാൻ അവരോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് അവരെന്റെ കൈക്ക് പിടിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോ കണ്ണുനീർ നിറച്ച് യാചനാസ്വരത്തിൽ അവരെന്നോട് പറയുകയായിരുന്നു, എന്നെ ഒന്ന് കൊണ്ടുപോകുമോ ഡൽഹിയിലേക്ക്? എനിക്കറിയാം എന്റെ ഭർത്താവിന്റെ അനിയൻ അവിടെ താമസിക്കുന്ന വീട് എവിടെയാണെന്ന്. വൃദ്ധയായൊരു മാതാവ്. അവരുടെ കണ്ണുനീര് കാണാതെ ആ കൈ തട്ടി എനിക്ക് തിരിഞ്ഞ് നടക്കാമായിരുന്നു. പക്ഷെ എന്തോ എനിക്കതിന് കഴിഞ്ഞില്ല. കൊണ്ടുപോകാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് വൃദ്ധയായ ഒരു മാതാവിനെയും കൂട്ടി ഡൽഹിയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുക എന്നുള്ളത്. ട്രെയിനിൽ വെച്ച് അവർക്ക് വല്ലതും സംഭവിച്ചാൽ, ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ അവരിറങ്ങിപ്പോയാൽ, അതുമല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് കാലക്കേടിന് എടുത്ത് ചാടാൻ അവർക്ക് തോന്നിയാൽ, എന്തായാലും അതിന്റെ കുറ്റവും പഴിയും മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരുമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എന്റെ ഒരു തുള്ളി രക്തത്തിനും ഒരു റാത്തൽ ഇറച്ചിക്കും വേണ്ടി പാഞ്ഞു നടക്കുകയല്ലേ എന്റെ രാഷ്ട്രീയ ശത്രുക്കൾ. അതറിയാമായിരുന്നിട്ടും വേലിയിൽ കിടക്കുന്ന മൂർഖൻ പാമ്പിനെ ഞാൻ എന്റെ തോളിൽ എടുത്തിട്ടു. ആ ഉമ്മയെയും കൂട്ടി ഡൽഹിയിലേക്ക് പോയി. ഒരുപാട് തിരഞ്ഞതിന് ശേഷം അവരുടെ ഭർത്താവിന്റെ അനിയന്റെ വീട് ഞങ്ങൾ കണ്ടെത്തി. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, ഇവരുടെ വീട് ഡൽഹിയിൽ നിന്ന് 90 കിലോമീറ്ററുകൾക്കപ്പുറമുള്ള മീററ്റിലാണ് എന്ന്. ഞങ്ങളൊരു വാഹനവും പിടിച്ചു മീററ്റിലേക്ക് പുറപ്പെട്ടു. ഭർത്താവിന്റെ അനിയൻ ഞങ്ങൾ വരുന്ന വിവരം അവരുടെ മക്കളെ അറിയിച്ചിരുന്നു. 6 പ്രസവിച്ച ഒരമ്മയാണ് ഷാജഹാ ബീഗം എന്നുകൂടി ഓർക്കുക. ഞങ്ങൾ രാത്രി 8-9 മണിയായി അവിടെ എത്തിയപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു, ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ. തങ്ങളുടെ പ്രിയപ്പെട്ട മാതാജിയെ കാണാൻ അവർ കാത്തുനിന്ന കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഒരു വൃദ്ധമാതാവിനെ എന്തിന് തവനൂരിലെ MLA അവരുടെ വാസസ്ഥലത്തെത്തിക്കണം? എത്രയോ ആളുകൾ വൃദ്ധസദനത്തിൽ വന്നു പോകുന്നുണ്ടല്ലോ.
ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, UDF-കാർ എത്ര തവണ അവിടെ പോയിട്ടുണ്ട്? ആരെങ്കിലും ഇവരുടെ ദുഃഖങ്ങൾ അന്വേഷിച്ചോ? ഒരു ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുക എന്നതിനപ്പുറം അവർക്ക് ആ സന്ദർശനത്തിൽ മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഷാജഹാൻ ബീഗത്തെ അവിടെ എത്തിച്ചപ്പോ അവിടെ കൂടിയ ആളുകൾ പൊഴിച്ച കണ്ണുനീർ, സന്തോഷ കണ്ണുനീർ, അതിന് UDF എത്ര വിലയാണ് നിശ്ചയിക്കുക? എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ വലിയ ലിസ്റ്റുകളാണ് അവർ അതിന് സമാനമായിട്ട് വെക്കുക? എന്റെ ജോലി അല്ലായിരുന്നല്ലോ ഇവിടെ വോട്ടില്ലാത്ത ഷാജഹാൻ ബീഗത്തെ, ഇവിടെ വോട്ടില്ലാത്തവരുടെ കുടുംബത്തെ, രണ്ടു കൂട്ടരെയും സമാഗമിപ്പിക്കുക എന്നുള്ളത്. കല്യാണത്തിന് ഞാൻ പോകുന്നു, മരണവീടുകളിൽ ഞാൻ പോകുന്നു എന്ന് അധിക്ഷേപം പറയുന്ന UDF-കാര് ഇതിനും മറുപടി പറയണ്ടേ? തവനൂരിലെ വൃദ്ധസദനത്തിന്റെ തൊട്ടടുത്ത് പ്രതീക്ഷാഭവൻ എന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥാപനമുണ്ട്. ബുദ്ധിമാന്ദ്യം സംഭവിച്ചിട്ടുള്ള കുട്ടികളെ പാർപ്പിക്കുന്ന സർക്കാരിന്റെ ഒരു സംവിധാനമാണ്. നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും ചില വീടുകളിൽ ബുദ്ധിമാന്ദ്യം ജന്മനാ തന്നെ സംഭവിച്ച കുട്ടികളെ. പൊന്നുപോലെ ആ കുട്ടികളെ നോക്കുന്ന കുടുംബക്കാരുണ്ട്, മാതാപിതാക്കളുണ്ട്. എന്നാൽ ചിലരെങ്കിലും ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും അവരെ ഉപേക്ഷിക്കും. ട്രെയിനിൽ പറഞ്ഞയക്കും, ബസ്സിൽ കയറ്റിവിടും, ഏതെങ്കിലും പൊതുസ്ഥലത്ത് അവരെ കൊണ്ടുപോയി ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെ താമസിപ്പിക്കുന്ന ഒരിടം പ്രതീക്ഷാഭവൻ. അവിടെ 18-കാരനായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, നന്ദലാൽ. അവന്റെ 10ാമത്തെ വയസ്സിൽ അച്ഛൻ അമ്മയെ മർദ്ദിക്കുന്നത് കണ്ട് ഭയന്നോടിയതാണ്. ഓടി അവൻ എത്തിപ്പെട്ടത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് ട്രെയിൻ കയറി, അതും കേരളത്തിലേക്കുള്ള ട്രെയിനായിരുന്നു. കോഴിക്കോട്ട് വന്ന് വണ്ടി ഇറങ്ങി. നന്ദലാൽ എന്ന് പറയുന്ന 10 വയസ്സുകാരനെ തവനൂരിലെ പ്രതീക്ഷാഭവനിലേക്ക് പോലീസുകാർ കൊണ്ടുവന്നാക്കി. നന്ദലാൽ മിടുക്കനായിരുന്നു. അവനിപ്പോൾ 18 വയസ്സാണ്. അവന് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാം. അത്രയങ്ങ് ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടിയല്ല. വൃദ്ധസദനത്തിൽ അവൻ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. അങ്ങനെ പോയ സമയത്ത് ഷാജഹാൻ ബീഗത്തെ ഞാൻ ഡൽഹിയിൽ കൊണ്ടുപോയാക്കിയ വിവരം നന്ദലാലിനോട് ആരോ പറഞ്ഞു. ഇതറിഞ്ഞ നന്ദലാൽ പ്രതീക്ഷാഭവനിലെത്തിയ എന്നോട് പറഞ്ഞു, ഛത്തീസ്ഗഡിലാണ് എന്റെ വീട്, എന്നെയും ഒന്ന് എന്റെ വീട്ടിലെത്തിക്കുമോ? ഉടൻ തന്നെ കളക്ടറുമായി ബന്ധപ്പെട്ടു. ഛത്തീസ്ഗഡിലെ കളക്ടറുമായി ബന്ധപ്പെട്ടു. പ്രതീക്ഷാഭവനിലെ 3 ജീവനക്കാരെ കൂട്ടി അവന്റെ നാട്ടിലേക്ക് അവനെ പറഞ്ഞയച്ചു. ഒരുപാട് തിരച്ചിലുകൾക്കൊടുവിൽ അവന്റെ വീട് കണ്ടെത്താൻ പ്രതീക്ഷാഭവനിലെ ജീവനക്കാർക്ക് സാധിച്ചു. അവിടെ എത്തിയപ്പോഴേക്ക് അവന്റെ അച്ഛനും അമ്മയും 8 വർഷത്തിനിടയിൽ മരണപ്പെട്ടു പോയിരുന്നു. മുത്തശ്ശി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ആ മുത്തശ്ശിക്ക് നന്ദലാൽ എന്ന് പറയുന്ന തന്റെ 18-കാരനായ, ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയിരുന്ന പേരക്കുട്ടിയെ തിരിച്ചു കിട്ടിയപ്പോഴുണ്ടായ സന്തോഷത്തിന് UDF-കാർ എത്ര കോടി രൂപയാണ് വിലയായിട്ട് നിശ്ചയിക്കുക? ഇത് തവനൂരിലെ MLA ചെയ്യേണ്ട പണിയല്ലല്ലോ. നമുക്കെന്ത് കാര്യം ഇക്കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ? ഇവിടെ എത്ര ജനപ്രതിനിധികളുണ്ടായിരുന്നു? എത്ര MLA-മാരുണ്ടായിരുന്നു? അവരാരെങ്കിലും ഇത്യാദി പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ മനസ്സുള്ളവന്റെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ബാധ്യതയാണ്. ക്കാരന്റെ, പാവപ്പെട്ടവരുടെ, ആരോരുമില്ലാത്തവരുടെ കണ്ണുനീർ, അതിന് പരിഹാരം കാണുക എന്നുള്ളത്. ഇതൊക്കെ ഞാൻ ചെയ്ത അപരാധങ്ങളായിട്ടാണ് UDF-കാർ കാണുന്നതെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഈ അപരാധം ഞാൻ എന്റെ ചങ്കിലെ ശ്വാസം അവസാനിക്കുന്നത് വരെ തുടരും. ഒരു സംശയവും ആർക്കും വേണ്ട. ഈ നാട്ടിലെ പാവപ്പെട്ടവർ, സാധാരണക്കാർ, അവരുടെ കൂടെ അവർക്ക് പ്രാപ്യനായി ഞാൻ നിൽക്കുന്നു എന്നുള്ളത് പലരെയും അസ്വസ്ഥമാക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, കഴിഞ്ഞ 5 വർഷം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. വരുന്ന 5 വർഷം ഭരണപക്ഷത്തിരിക്കുന്ന MLA-ആയി നിങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ ജനപ്രതിനിധിയാകാൻ ഞാൻ യോഗ്യനാണ് എന്ന് സർവാത്മന നിങ്ങൾ കരുതുന്നു എങ്കിൽ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക, എന്റെ വിജയത്തിനു വേണ്ടി യത്നിക്കുക. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന നിങ്ങളുടെ ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട്, മിത്രാദികളോട്, എല്ലാവരോടും എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ
ആവശ്യപ്പെടുക. തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഞാൻ പ്രവർത്തിച്ചത് അതുപോലെ വികസനത്തിനും സേവനത്തിനും പ്രാമുഖ്യം നൽകി സർക്കാരിന്റെ ഫണ്ടും സർക്കാരേതരമായിട്ടുള്ള ഫണ്ടുകളും നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ അതിർത്തിയിലെ വികസന പ്രവർത്തനങ്ങൾക്കും സാധാരണക്കാരുടെ കണ്ണീരൊപ്പുന്നതിനും കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ വോട്ടില്ലാത്ത ഷാജഹാബീഗത്തെ, ഇവിടെ വോട്ടില്ലാത്തവരുടെ കുടുംബത്തെ, രണ്ടു കൂട്ടരെയും സമാഗമിപ്പിക്കുക എന്നുള്ളത്, കല്യാണത്തിന് ഞാൻ പോകുന്നു, മരണവീടുകളിൽ ഞാൻ പോകുന്നു എന്ന് അധിക്ഷേപം പറയുന്ന UDF-കാര് ഇതിനും മറുപടി പറയണ്ടേ? തവനൂരിലെ വൃദ്ധസദനത്തിന്റെ തൊട്ടടുത്ത് പ്രതീക്ഷാഭവൻ എന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥാപനമുണ്ട്. ബുദ്ധിമാന്ദ്യം സംഭവിച്ചിട്ടുള്ള കുട്ടികളെ പാർപ്പിക്കുന്ന സർക്കാരിന്റെ ഒരു സംവിധാനമാണ്. നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും ചില വീടുകളിൽ ബുദ്ധിമാന്ദ്യം ജന്മനാ തന്നെ സംഭവിച്ച കുട്ടികളെ. പൊന്നുപോലെ ആ കുട്ടികളെ നോക്കുന്ന കുടുംബക്കാരുണ്ട്, മാതാപിതാക്കളുണ്ട്. എന്നാൽ ചിലരെങ്കിലും ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും അവരെ ഉപേക്ഷിക്കും. ട്രെയിനിൽ പറഞ്ഞയക്കും, ബസ്സിൽ കയറ്റിവിടും, ഏതെങ്കിലും പൊതുസ്ഥലത്ത് അവരെ കൊണ്ടുപോയി ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെ താമസിപ്പിക്കുന്ന ഒരിടം പ്രതീക്ഷാഭവൻ. അവിടെ 18-കാരനായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, നന്ദലാൽ. അവന്റെ 10ാമത്തെ വയസ്സിൽ അച്ഛൻ അമ്മയെ മർദ്ദിക്കുന്നത് കണ്ട് ഭയന്നോടിയതാണ്. ഓടി അവൻ എത്തിപ്പെട്ടത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് ട്രെയിൻ കയറി, അതും കേരളത്തിലേക്കുള്ള ട്രെയിനായിരുന്നു. കോഴിക്കോട്ട് വന്ന് വണ്ടി ഇറങ്ങി. നന്ദലാൽ എന്ന് പറയുന്ന 10 വയസ്സുകാരനെ തവനൂരിലെ പ്രതീക്ഷാഭവനിലേക്ക് പോലീസുകാർ കൊണ്ടുവന്നാക്കി. നന്ദലാൽ മിടുക്കനായിരുന്നു. അവനിപ്പോൾ 18 വയസ്സാണ്. അവന് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാം. അത്രയങ്ങ് ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടിയല്ല. വൃദ്ധസദനത്തിൽ അവൻ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. അങ്ങനെ പോയ സമയത്ത് ഷാജഹാബീഗത്തെ ഞാൻ കേൾക്കേണ്ടി വരുമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എന്റെ ഒരു തുള്ളി രക്തത്തിനും ഒരു റാത്തൽ ഇറച്ചിക്കും വേണ്ടി പാഞ്ഞു നടക്കുകയല്ലേ എന്റെ രാഷ്ട്രീയ ശത്രുക്കൾ. അതറിയാമായിരുന്നിട്ടും വേലിയിൽ കിടക്കുന്ന മൂർഖൻ പാമ്പിനെ ഞാൻ എന്റെ തോളിൽ എടുത്തിട്ടു. ആ ഉമ്മയെയും കൂട്ടി ഡൽഹിയിലേക്ക് പോയി. ഒരുപാട് തിരഞ്ഞതിന് ശേഷം അവരുടെ ഭർത്താവിന്റെ അനിയന്റെ വീട് ഞങ്ങൾ കണ്ടെത്തി. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, ഇവരുടെ വീട് ഡൽഹിയിൽ നിന്ന് 90 കിലോമീറ്ററുകൾക്കപ്പുറമുള്ള മീററ്റിലാണ് എന്ന്. ഞങ്ങളൊരു വാഹനവും പിടിച്ചു മീററ്റിലേക്ക് പുറപ്പെട്ടു. ഭർത്താവിന്റെ അനിയൻ ഞങ്ങൾ വരുന്ന വിവരം അവരുടെ മക്കളെ അറിയിച്ചിരുന്നു. 6 പ്രസവിച്ച ഒരമ്മയാണ് ഷാജഹാബീഗം എന്നുകൂടി ഓർക്കുക. ഞങ്ങൾ രാത്രി 8-9 മണിയായി അവിടെ എത്തിയപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു, ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ. തങ്ങളുടെ പ്രിയപ്പെട്ട മാതാജിയെ കാണാൻ അവർ കാത്തുനിന്ന കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഒരു വൃദ്ധമാതാവിനെ എന്തിന് തവനൂരിലെ MLA അവരുടെ വാസസ്ഥലത്തെത്തിക്കണം? എത്രയോ ആളുകൾ വൃദ്ധസദനത്തിൽ വന്നു പോകുന്നുണ്ടല്ലോ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ. UDF-കാർ എത്ര തവണ അവിടെ പോയിട്ടുണ്ട്? ആരെങ്കിലും ഇവരുടെ ദുഃഖങ്ങൾ അന്വേഷിച്ചോ? ഒരു ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുക എന്നതിനപ്പുറം അവർക്ക് ആ സന്ദർശനത്തിൽ മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഷാജഹാബീഗത്തെ അവിടെ എത്തിച്ചപ്പോ അവിടെ കൂടിയ ആളുകൾ പൊഴിച്ച കണ്ണുനീർ, സന്തോഷ കണ്ണുനീർ, അതിന് UDF എത്ര വിലയാണ് നിശ്ചയിക്കുക? എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ വലിയ ലിസ്റ്റുകളാണ് അവർ അതിന് സമാനമായിട്ട് വെക്കുക? എന്റെ ജോലി അല്ലായിരുന്നല്ലോ. ഞാൻ ഡൽഹിയിൽ കൊണ്ടുപോയാക്കിയ വിവരം നന്ദലാലിനോട് ആരോ പറഞ്ഞു. ഇതറിഞ്ഞ നന്ദലാൽ പ്രതീക്ഷാഭവനിലെത്തിയ എന്നോട് പറഞ്ഞു, ഛത്തീസ്ഗഡിലാണ് എന്റെ വീട്, എന്നെയും ഒന്ന് എന്റെ വീട്ടിലെത്തിക്കുമോ? ഉടൻ തന്നെ കളക്ടറുമായി ബന്ധപ്പെട്ടു. ഛത്തീസ്ഗഡിലെ കളക്ടറുമായി ബന്ധപ്പെട്ടു. പ്രതീക്ഷാഭവനിലെ 3 ജീവനക്കാരെ കൂട്ടി അവന്റെ നാട്ടിലേക്ക് അവനെ പറഞ്ഞയച്ചു. ഒരുപാട് തിരച്ചിലുകൾക്കൊടുവിൽ അവന്റെ വീട് കണ്ടെത്താൻ പ്രതീക്ഷാഭവനിലെ ജീവനക്കാർക്ക് സാധിച്ചു. അവിടെ എത്തിയപ്പോഴേക്ക് അവന്റെ അച്ഛനും അമ്മയും 8 വർഷത്തിനിടയിൽ മരണപ്പെട്ടു പോയിരുന്നു.
മുത്തശ്ശി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ആ മുത്തശ്ശിക്ക് നന്ദലാൽ എന്ന് പറയുന്ന തന്റെ 18-കാരനായ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയിരുന്ന പേരക്കുട്ടിയെ തിരിച്ചു കിട്ടിയപ്പോഴുണ്ടായ സന്തോഷത്തിന് UDF-കാർ എത്ര കോടി രൂപയാണ് വിലയായിട്ട് നിശ്ചയിക്കുക? ഇത് തവനൂരിലെ MLA ചെയ്യേണ്ട പണിയല്ലല്ലോ. നമുക്കെന്ത് കാര്യം ഇക്കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ? ഇവിടെ എത്ര ജനപ്രതിനിധികളുണ്ടായിരുന്നു? എത്ര MLA-മാരുണ്ടായിരുന്നു? അവരാരെങ്കിലും ഇത്യാദി പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ മനസ്സുള്ളവന്റെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ബാധ്യതയാണ്. ക്കാരന്റെ, പാവപ്പെട്ടവരുടെ, ആരോരുമില്ലാത്തവരുടെ കണ്ണുനീർ, അതിന് പരിഹാരം കാണുക എന്നുള്ളത്. ഇതൊക്കെ ഞാൻ ചെയ്ത അപരാധങ്ങളായിട്ടാണ് UDF-കാർ കാണുന്നതെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഈ അപരാധം ഞാൻ എന്റെ ചങ്കിലെ ശ്വാസം അവസാനിക്കുന്നത് വരെ തുടരും. ഒരു സംശയവും ആർക്കും വേണ്ട. ഈ നാട്ടിലെ പാവപ്പെട്ടവർ, സാധാരണക്കാർ, അവരുടെ കൂടെ അവർക്ക് പ്രാപ്യനായി ഞാൻ നിൽക്കുന്നു എന്നുള്ളത് പലരെയും അസ്വസ്ഥമാക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, കഴിഞ്ഞ 5 വർഷം ഞാൻ നിങ്ങളോടുണ്ടാകും. 12 വർഷങ്ങൾക്ക് മുൻപ് തന്റെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന വൃദ്ധയായൊരു മാതാവ്, ഡൽഹിക്കടുത്ത മീററ്റിലായിരുന്നു അവരുടെ വീട്. ട്രെയിനിൽ യാത്ര ചെയ്യവേ ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ പേരക്കുട്ടി പറഞ്ഞു, വെള്ളത്തിന് ദാഹിക്കുന്നു എന്ന്. ഇത് കേട്ട് ആ വൃദ്ധമാതാവ് വെള്ളമെടുക്കാൻ സ്റ്റേഷനിൽ ഇറങ്ങി. കുടിവെള്ളം ആ സ്റ്റേഷനിൽ കുറെ അപ്പുറത്തായിരുന്നു സംവിധാനിച്ചിരുന്നത്. അവിടെ പോയി വെള്ളമെടുത്ത് വന്നപ്പോഴേക്ക് വണ്ടി പോയി കഴിഞ്ഞിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വേറൊരു വണ്ടി അതേ ട്രാക്കിൽ വന്ന് നിന്നു. അതാണ് തന്റെ മക്കളും പേരക്കുട്ടികളും സഞ്ചരിക്കുന്ന ട്രെയിൻ എന്ന് തെറ്റിദ്ധരിച്ച് അവരതിൽ കയറി. അത് കേരളത്തിലേക്കുള്ള ട്രെയിനായിരുന്നു. കമ്പാർട്ട്മെന്റുകളിലൊക്കെ തന്റെ ബന്ധുമിത്രാദികളെ അവർ തേടി. കാണാതെ വന്നപ്പോൾ അവരുടെ മനോനില നഷ്ടപ്പെട്ടു. കോഴിക്കോട്ടെത്തിയപ്പോൾ പോലീസ് അവരെ കോഴിക്കോട്ടെ പ്രസിദ്ധമായിട്ടുള്ള കുതിരവട്ടം ഭ്രാന്താശുപത്രിയിൽ, ചിത്തരോഗാശുപത്രിയിൽ ചികിത്സക്കായി പറഞ്ഞയച്ചു. 8 വർഷം അവിടെ ചികിത്സക്ക് വിധേയയായി. ഒരുവിധം രോഗം ഭേദമായി എന്ന് വന്നപ്പോൾ തവനൂരിലെ വൃദ്ധസദനത്തിലേക്ക് അവരെ മാറ്റി. തവനൂരിലെ വൃദ്ധസദനത്തിൽ എല്ലാ മാസവും 2 പ്രാവശ്യമെങ്കിലും ഞാൻ പോകാറുണ്ട്. വെറുതെ പോയി ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കാനല്ല. അവിടുത്തെ പാവപ്പെട്ട എല്ലാവരും ഉപേക്ഷിച്ച അച്ഛനമ്മമാരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കേൾക്കാൻ, അവർക്ക് സ്നേഹം നൽകാൻ, നമ്മളാൽ കഴിയുന്നത് പോലെയുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ. ഞാൻ അവിടെ എത്തുമ്പോഴൊക്കെ ഷാജഹാ ബീഗം എന്ന് പറയുന്ന ഈ വൃദ്ധയായ മാതാവ് എന്റെ അടുത്ത് വരുമായിരുന്നു. അവർക്ക് ഹിന്ദി മാത്രമേ അറിയുമായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയുകയുമില്ല. എന്തോ അവർക്ക് പറയാനുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ എന്റെ ഹിന്ദി അറിയുന്ന ഒരു സുഹൃത്തിനെയും കൂട്ടി ഒരു ദിവസം അവിടെ ചെന്നു ഷാജഹാ ബീഗത്തോട് സംസാരിച്ചപ്പോഴാണ് അവർ അവരുടെ കഥ എന്നോട് പറഞ്ഞത്. ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ അടുത്താണ് അവരുടെ വീട് എന്ന് പറഞ്ഞു. അഡ്രസ് എനിക്ക് തന്നു. 8 വർഷം ഭ്രാന്താശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ഒരു വൃദ്ധമാതാവാണ് ഇത് നൽകുന്നത് എന്ന് ഓർക്കണം. ഡൽഹിയിൽ ഒരു ആവശ്യത്തിന് ചെന്നപ്പോ ഞാൻ അവരുടെ അഡ്രസ് വെച്ച് ആ സ്ഥലത്ത് ചെന്ന് അന്വേഷിച്ചു. 10,000-കണക്കിന് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അവരുടെ ഗല്ലി എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പലരോടും ഞാൻ പറഞ്ഞു. അവരുടെ ഫോട്ടോ പല സ്ഥലങ്ങളിലും പതിച്ചു. എന്നിട്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു റിസൾട്ടും ഇല്ലാതെ വന്നപ്പോ ഞങ്ങൾ മടങ്ങി. ഇക്കാര്യം വൃദ്ധസദനത്തിലെത്തി ഷാജഹാ ബീഗത്തോട് ഞങ്ങൾ പറഞ്ഞു. ഞാൻ അവരോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് അവരെന്റെ കൈക്ക് പിടിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോ കണ്ണുനീർ നിറച്ച് യാചനാസ്വരത്തിൽ അവരെന്നോട് പറയുകയായിരുന്നു, എന്നെ ഒന്ന് കൊണ്ടുപോകുമോ ഡൽഹിയിലേക്ക്? എനിക്കറിയാം എന്റെ ഭർത്താവിന്റെ അനിയൻ അവിടെ താമസിക്കുന്ന വീട് എവിടെയാണെന്ന്. വൃദ്ധയായൊരു മാതാവ്. അവരുടെ കണ്ണുനീര് കാണാതെ ആ കൈ തട്ടി എനിക്ക് തിരിഞ്ഞ് നടക്കാമായിരുന്നു. പക്ഷെ എന്തോ എനിക്കതിന് കഴിഞ്ഞില്ല. കൊണ്ടുപോകാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് വൃദ്ധയായ ഒരു മാതാവിനെയും കൂട്ടി ഡൽഹിയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുക എന്നുള്ളത്. ട്രെയിനിൽ വെച്ച് അവർക്ക് വല്ലതും സംഭവിച്ചാൽ, ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ അവരിറങ്ങിപ്പോയാൽ, അതുമല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് കാലക്കേടിന് എടുത്ത് ചാടാൻ അവർക്ക് തോന്നിയാൽ,
എന്തായാലും അതിന്റെ കുറ്റവും പഴിയും മുഴുവൻ ഞാൻ